ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറലാണ്, അപ്പം നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഇതൊരു ടൈംലെസ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡായിട്ട് തുടങ്ങും. കുറച്ച് പേരുടെ വ്യക്തി വന്നു എന്നറിഞ്ഞു, കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ആ പറഞ്ഞതിൽ, എന്നോട് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് അതിയായ ഒരു ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വ്യക്തി. ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം, ഒരുപാട് വിഷമമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കണം. തിരിച്ച് വരുവാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതാവാം. നിങ്ങളിൽ നിന്നോ അകന്ന് മാറി മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തിയായിരിക്കണം ഇന്നിപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ എന്തും നേടിയെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത വ്യക്തിയായിരിക്കണം. ഒരുപാട് കെയർ, സ്നേഹം, പരിഗണന ഇതൊക്കെ കിട്ടിയത് നിങ്ങളിൽ നിന്നായിരിക്കണം. ചിലപ്പോൾ അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ഫാമിലി ആവാട്ടോ. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു അതിയായ ആഗ്രഹം ഫീൽ ചെയ്യുന്നുണ്ട്. അതിയായ നിങ്ങളിലേക്ക് വരാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് എവിടെയാണെങ്കിലും നിങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് അവർക്ക് പിന്നെ എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം അത് നിങ്ങളിലാണ് ഉള്ളതെന്നാണ്. അതായത് നിങ്ങൾക്ക് മാത്രമേ അവരെ സ്നേഹിക്കാൻ പറ്റൂ എന്നാണ്. അവർ വിചാരിക്കുന്ന പോലെ ആ ഒരു സ്നേഹം അത് എവിടെ പോയാലും കിട്ടില്ല. അത് നിങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ അവരുടെ സ്നേഹം എന്താണോ, അവരെങ്ങനെയാണോ ആ സ്നേഹം ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലാണ് ഉള്ളതെന്നാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരു തരം കൺഫ്യൂഷൻ മൈൻഡ്, അതായത് ഒരു ടെൻഷനുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എല്ലാവരും ജനറലാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിലും ഇതെടുക്കാം എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങൾ കാണുന്നതല്ല. അപ്പം ചില വ്യക്തികൾ കേട്ടോ, എല്ലാവർക്കും ഉള്ളതല്ല, ചില വ്യക്തികൾ ഇത് ഫാമിലിനെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും, നിങ്ങളെങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നുള്ള ഒരു രീതിയിൽ. കാരണം അവർക്ക് നിങ്ങളെ മാരേജ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഫാമിലി ചിലപ്പോൾ ഇതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഫാമിലിനെയും നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പണിയുണ്ടായിരിക്കണം. ആ ഒരു വിഷമത്തിലും ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരിക്കണം ആൾ നിൽക്കുന്നതെന്നും കാണുന്നുണ്ട്. ചില പേരുടെ പേഴ്സണ് മറ്റ് വ്യക്തികളിൽ പോയ വ്യക്തികളൊക്കെ ഉണ്ടാവില്ല. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടാണ് നിങ്ങൾ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പിണങ്ങി നിന്നതോ ആവാം. അങ്ങനെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനുള്ള ആ ഒരു ശ്രമം നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും, എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്ന ചിന്തയിലും നിൽക്കുന്നുണ്ട്. ആൾക്ക് ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയാണ് അധികം ഉള്ളത് കേട്ടോ. വേഗം നിങ്ങളിലേക്ക് വരണം. അതായത് അത്രയ്ക്കും ആൾക്കൊരു ക്ഷമയില്ല. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ക്ഷമയില്ലാത്തൊരു വ്യക്തിയാവാനാണ് സാധ്യത. എടുത്തുചാട്ടം എന്തിനും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒന്ന് കാള പെറ്റൂന്ന് കേട്ടപ്പോഴേക്കും കയറെടുക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങളുടെ വ്യക്തി. ആ ഒരു എനർജിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ.
ഇവിടെ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ആൾക്കൊരു ചെറിയ രീതിയിലൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളെ നഷ്ടബോധമുണ്ട്. അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആൾ നല്ല രീതിയിൽ. നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ട്, നിങ്ങളിലേക്കൊരു ഭയം വന്നിട്ടുണ്ട്, ചെറിയൊരു രീതിയിലേക്ക് എന്തൊക്കെയോ ആൾക്കുണ്ട്, രഹസ്യങ്ങളുണ്ട്. ആളെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല. ഇയാളുടെ ക്യാരക്ടർ, ഈ വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങൾക്കൊരു പിടുത്തം കിട്ടും. ആൾക്കൊരു ഒളിവും മറിവൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ നല്ലോണം ഇഷ്ടം, അതെ, നിങ്ങളെ ഒരുപാട് ആൾ സ്നേഹിക്കുന്നുണ്ട്. ആൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളിലാ ഉള്ളത്. പക്ഷെ ആൾ എന്തൊക്കെയോ ഒരു ചതി നിങ്ങളുടെ അടുത്ത് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആൾ ചില സമയത്ത് നോ കോണ്ടാക്റ്റിലെല്ലാം ആവും. കാരണം മറ്റൊരു വ്യക്തിയിലേക്ക് പോകാനും മതിയാവും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വേറെയും ജനറൽ ആയതുകൊണ്ട്, ജനറൽ റീഡിങ് ആകുമ്പോൾ നിങ്ങൾ പല സിറ്റുവേഷനായിട്ടും വരുന്നുണ്ട്, പല എനർജിയും ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. മറ്റ് ചിലരുടെ വ്യക്തികൾ വീട്ടുകാരുടെ തടസ്സവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നുണ്ടാവില്ല ആൾക്ക്. വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞ് ഇതിലും നല്ലൊരു ബന്ധം നിനക്ക് വേറെ കിട്ടും എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതൊരു രഹസ്യം പറയാം. നിങ്ങളെ സംബന്ധിച്ച് അവരതൊന്നും നിങ്ങളോട് ഈ സമയം പറയുന്നുണ്ടാവില്ല. അവർക്ക് ചുറ്റിലും എന്തൊക്കെയാണ് നടക്കുന്ന കാര്യം അത് നിങ്ങളിൽ അറിയിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പല എനർജിയും വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് അവർ പൂർവാധിക ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. നിങ്ങളുടെ വ്യക്തി അതെന്ത് സിറ്റുവേഷൻ ആയാലും, ഇനി ആരൊക്കെ ഇതിൽ എതിർത്താലും, ഇനി എന്തൊക്കെ പറഞ്ഞ് അവരെ തിരുത്തിയാലും, അത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടോ, ഇനി വേറെ വ്യക്തി അവരുടെ ലൈഫിലുണ്ടോ, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെന്ന ആ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഇനി അവർ മുന്നോട്ട് വരുന്നത്. നിങ്ങളെ വേണം, നിങ്ങളില്ലാതെ പറ്റില്ല. ആ ഒരു സ്നേഹം മനസ്സിലാക്കിയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിട്ടിയ കാർഡ് കണ്ടോ, ഇതാ ഒരു ഹാപ്പി ഫാമിലിയാണ്. അവർ ആഗ്രഹിച്ച ഒരു ബന്ധം, ആഗ്രഹിച്ച ഒരു പ്രണയം ഉള്ളത് നിങ്ങളുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ്, ഏത് സിറ്റുവേഷനിലായാലും, അതിപ്പോൾ മാരേജ് കഴിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ഒരു മാരേജ് കാർഡ് ഫസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. മാരേജ് ഉറപ്പിക്കാം. അവസാനം സൺ കാർഡ് വിജയമാണ്, സക്സസ് ആണ് കിട്ടിയത്. കൂടാതെ ഒരു ഹാപ്പി ഫാമിലി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ഇനി നിങ്ങൾ വരാൻ പോകുന്നത്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സണും മൊത്ത് എന്താ പറയുക, ലൈഫ് ലോങ് നല്ല രീതിയിൽ ഇനി നിങ്ങൾ വരും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ നല്ലൊരു സന്തോഷകരമായ ആ ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കും മുമ്പോട്ട്. ആളുടെ തെറ്റെല്ലാം മാറ്റിവെച്ച് അതിലേക്കൊന്നും ഇനി പോകാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും ഇനി ഇല്ലാതെ നല്ല രീതിയിലായിരിക്കും ഈ ഒരു സ്നേഹബന്ധം മുന്നോട്ട് പോകുന്നത്. അല്ലാത്തവർക്കാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല ജനറലാകുമ്പോൾ പല എനർജിയും വരുന്നുണ്ട്. എങ്ങനെയായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എങ്ങനത്തെ ഇനി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആവും എന്നറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എടുത്തു നോക്കുന്നത് കേട്ടോ. തൃക്കേട്ടാന്ന് കിട്ടിയിട്ടുണ്ട്, എമ്മ കിട്ടിയിട്ടുണ്ട്, ജ്യോതി കിട്ടിയിട്ടുണ്ട്, അനിഴം കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചതയം, ജ്യോതി, എല്ല് കിട്ടിയിട്ടുണ്ട്, കെ കിട്ടിയിട്ടുണ്ട്, വൈ കിട്ടിയിട്ടുണ്ട്, അത്തം കിട്ടിയിട്ടുണ്ട്, പൂരുരുട്ടാതി കിട്ടിയിട്ടുണ്ട്, പൂയം കിട്ടിയിട്ടുണ്ട്, കാർത്തിക നക്ഷത്രമാവാം, സെപ്റ്റംബർ കിട്ടിയിട്ടുണ്ട്, ഡി കിട്ടിയിട്ടുണ്ട്, ഡി, തിരുവാതിര കിട്ടിയിട്ടുണ്ട്, മെയ് കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടിയിട്ടുണ്ട്, ടി കിട്ടിയിട്ടുണ്ട്,
ഈ കിട്ടിയിട്ടുണ്ട്, അവിട്ടം കിട്ടിയിട്ടുണ്ട്, തിരുവാതിര വീണ്ടും വന്നു, ഓ കിട്ടിയിട്ടുണ്ട്, യു കിട്ടിയിട്ടുണ്ട്, യു യു വീണ്ടും യു തന്നെ കിട്ടി. അപ്പോൾ ആർ കിട്ടി, ജൂൺ മാസം, ഉത്രാടം കിട്ടീനി, ക്യൂ കിട്ടി, പൂരം കിട്ടി, ഏപ്രിൽ 29/4 ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, 46 വയസ്സാവാം, 7, 14, 38, 41, 47, 18, 20, 40, 33, 49, 15, 32, 32, 12, 50 വയസ്സാകാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇന്നൊന്നും കൂടി കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ, 22. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ ക്ലോസ്. ഇതുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഈ ഒരു പേഴ്സണും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, നിങ്ങൾക്കിത് റെസനേറ്റ് ആവുമെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയാണ് ഇതൊക്കെ. എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. അതുമായി പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. യാതൊരു സംശയമില്ല. കാരണം നമുക്ക് കിട്ടിയ കാർഡ്സ് നല്ല നല്ല കാർഡ്സാണ്. എന്ത് തന്നെ ആയാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. പ്രതീക്ഷ മാത്രമല്ല, അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. മറ്റൊരു റീഡിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം.